KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ മതേതരത്വ സങ്കല്പങ്ങൾക്ക് മുറിവേൽക്കരുത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാട്ട് സമരം. ഡൽഹിയിൽ ജലവിതരണം മുടങ്ങി. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം കർശനമായി നേരിടാൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. ജമ്മു കാശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് ഖനയ്യ കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പലവക കച്ചവടത്തിനുള്ള സ്ഥലമാക്കി മാറ്റിയെന്ന് പിണറായി വിജയൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ബീഫ് വിതരണവുമായി ബന്ധപ്പെട്ട് ബഹളം. ആരോപണം സർവകലാശാല അധികൃതർ നിഷേധിച്ചു. വാർത്തകൾ വിശദമായി. തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രാ വിവാദം മുതലുള്ള ആരോപണങ്ങൾ ഇതിന്റെ ഭാഗമാണ്. വിദേശ സഹായം ലഭിക്കുന്ന ചില NGOകൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് മോദി ഒഡീഷയിൽ കർഷക റാലിയിൽ ആരോപിച്ചു. അപമാനിച്ച് തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും രാജ്യത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. JNU ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രശ്നങ്ങൾ നേരിട്ട് സ്പർശിക്കാതെയാണ് സർക്കാർ നേരിടുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രതികരിച്ചത്. पहले विदेशों से धन आता था, कुछ NGO को हमने कहा भाई आए भले आए, हिसाब तो दो। लेकिन जब से हमने हिसाब मांगना शुरू किया तो ये सारे इकट्ठे हो गए और सुबह शाम षड्यंत्र करते हैं कि मोदी को कैसे खत्म किया जाए, मोदी सरकार को कैसे हटाया जाए, मोदी की बेइज्जती कैसी की जाए। लेकिन मेरे प्यारे भाइयों बहनों, आपने मुझे चुना है इन बीमारियों से देश को बाहर लाने के लिए, और मैं इस काम को कर रहा हूं। मुझ पर जितनी बितनी होगी बितने दो, लेकिन आपने मुझे जो काम दिया है उस रास्ते से मैं चलित होने वाला नहीं हूं, रुकने वाला नहीं हूं, थकने वाला नहीं हूं, और झुकने का तो सवाल ही नहीं उठता. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ബീഫ് ബിരിയാണി വിതരണവുമായി ബന്ധപ്പെട്ട് ബഹളം. സർവകലാശാലയ്ക്ക് കീഴിലുള്ള മെഡിക്കൽ കോളേജിന്റെ കാന്റീനിൽ ബീഫ് വിതരണം ചെയ്യുന്നതായി കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ പ്രചരിച്ചതാണ് വിവാദമായത്. അതേസമയം ആരോപണം സർവകലാശാല അധികൃതർ നിഷേധിച്ചു. പോത്തിറച്ചിയല്ല, പശു ഇറച്ചിയാണ് കാന്റീനിൽ വിതരണം ചെയ്യുന്നത് എന്നതായിരുന്നു ആരോപണം. കാന്റീൻ മെനു കാർഡിന്റെ പടവും സാമൂഹ്യമാധ്യമങ്ങളിൽ വൈറലായി. ബീഫ് ബിരിയാണി വിതരണം ചെയ്ത കാന്റീൻ ജീവനക്കാരനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മേയർ ശകുന്തള ദേവി ഉൾപ്പെടെയുള്ള BJP നേതാക്കളും ആക്ടിവിസ്റ്റുകളും സീനിയർ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിനു മുന്നിൽ പ്രകടനം നടത്തി. സംഭവത്തെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. വിവാദത്തെപ്പറ്റിയുള്ള വാർത്ത പ്രചരിച്ച ഉടനെ മുഹ്സിൻ ഖാന്റെ നേതൃത്വത്തിലുള്ള സർവകലാശാലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കാന്റീനിൽ പ്രാഥമിക പരിശോധന നടത്തി. സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് സംഭവമെന്നും കാന്റീൻ മെനുവിലെ ബീഫ് ഇറച്ചി എന്നത് പോത്തിറച്ചിയാണെന്നും സർവകലാശാല വക്താവ് റഹാത്ത് അബ്രാർ പറഞ്ഞു. കാന്റീൻ നടത്താൻ നൽകിയ കരാർ ഈ മാസം 23-ന് അവസാനിക്കുകയാണെന്നും ഇതു മനസ്സിലാക്കിയ ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പശുവിറച്ചിക്ക് വിലക്കേർപ്പെടുത്തിയ ആദ്യത്തെ സ്ഥാപനമാണ് അലിഗഡ് സർവകലാശാലയെന്നും അബ്രാർ പറഞ്ഞു. P. ജയരാജന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും മെഡിക്കൽ റിപ്പോർട്ട് നൽകിയത് CBIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. RSSന്റെയും BJPയുടെയും ഒത്താശയോടെയാണ് CBI നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത്. P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു EP ജയരാജൻ. CBIയുടെ സമ്മർദ്ദം ഉണ്ടാകും. അവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കില്ലേ? അവർക്ക് നിയമവിരുദ്ധമായി എന്ത് റിപ്പോർട്ടും കൊടുക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിക്കുന്നുണ്ട്. RSSും BJP അതിന്റെ പിന്നിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം നേരിടാൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. വിശദമായ റിപ്പോർട്ടിലേക്ക്.
ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം കർശനമായി നേരിടാൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. കരസേനാ മേധാവി ദാൽബീർ സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കർ ഈ നിർദ്ദേശം നൽകിയത്. സംവരണം ആവശ്യപ്പെട്ട് തുടരുന്ന ജാട്ട് പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമാകുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. പ്രക്ഷോഭത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 10 ആയിട്ടുണ്ട്. അക്രമാസക്തരായ പ്രക്ഷോഭകരെ തടയാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ വെടിവെപ്പിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഹരിയാന ഡൽഹി അതിർത്തിയിലെ മുനഗ് കനാലിലെ നിയന്ത്രണ സംവിധാനങ്ങൾ സമരക്കാർ തകർത്തതോടെ ഡൽഹി കടുത്ത ജലക്ഷാമത്തിലാണ്. ഡൽഹിയിലേക്കുള്ള പ്രധാന ജലസേചന മാർഗമാണ് മുനഗ് കനാൽ. രോഹത്തക്ക് അടക്കം പല സ്ഥലങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷാ സൈനികരെ രംഗത്തിറക്കിയെങ്കിലും പ്രക്ഷോഭം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ആവശ്യം അംഗീകരിക്കാമെന്നും പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നുമുള്ള ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന്റെ ആവശ്യം പ്രക്ഷോഭകർ തള്ളി. ഓർഡിനൻസ് പുറപ്പെടുവിച്ചാലേ പ്രക്ഷോഭം അവസാനിപ്പിക്കൂ എന്നാണ് സമരക്കാരുടെ നിലപാട്. ദിവസങ്ങൾ കഴിയുന്തോറും പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമാവുകയാണ്. പ്രക്ഷോഭകർ ഒരു റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും തീവെച്ചു. പെട്രോൾ പമ്പ്, സർക്കാർ ഓഫീസുകൾ, സ്റ്റേഷൻ ടിക്കറ്റ് കൌണ്ടർ, ATM ഉൾപ്പെടെ 10ഓളം കെട്ടിടങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ജാട്ട് പ്രക്ഷോഭം ചർച്ച ചെയ്യാനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്രമന്ത്രിമാരായ മനോഹർ പരീക്കർ, കിരൺ റിജിജു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. ജമ്മു കാശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. 3 CRPF ജവാന്മാരും ഒരു പ്രദേശവാസിയുമാണ് കൊല്ലപ്പെട്ടത്. 10 ജവാന്മാർക്ക് പരിക്കേറ്റു. 3 ജവാന്മാരുടെ നില ഗുരുതരമാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പാംപോറിൽ CRPF ജവാന്മാർ സഞ്ചരിച്ചിരുന്ന ബസിന് നേരെ സമീപത്തെ സർക്കാർ കെട്ടിടത്തിൽ നുഴഞ്ഞുകയറിയ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. 5 ഭീകരർ കെട്ടിടത്തിലുണ്ടെന്നാണ് സൂചന. ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം കെട്ടിടത്തിൽ കുടുങ്ങിയ എല്ലാവരെയും രക്ഷിച്ചുവെന്ന് സൈന്യം അറിയിച്ചു. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യകുമാറിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അക്കൌണ്ട് ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട്. ഇന്നലെ രാത്രിയാണ് പ്രൊഫൈൽ ചിത്രത്തിലും കവർ ഫോട്ടോയിലും മാറ്റം വരുത്തിയത്. സൈനികർ ഇന്ത്യൻ പതാക ഉയർത്താൻ ശ്രമിക്കുന്ന ചിത്രമാണ് പുതുതായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2ാം ലോക യുദ്ധകാലത്ത് ഫ്ളാഗ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് ഇവോജിമ എന്ന പ്രശസ്ത ചിത്രത്തിലെ അമേരിക്കൻ പതാക ഫോട്ടോഷോപ്പിലൂടെ മാറ്റം വരുത്തി ഇന്ത്യൻ പതാകയാക്കിയാണ് കനയ്യയുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കനയ്യ പോസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന പ്രൊഫൈൽ ചിത്രവും പട്നയിലെ രക്തസാക്ഷി സ്മാരകത്തിന്റെ കവർ ചിത്രവുമാണ് ഹാക്കർമാർ മാറ്റിയത്. അതേസമയം സാഹചര്യം വഷളാക്കാൻ ബോധപൂർവമായി നടത്തുന്ന പ്രവൃത്തികളാണിതെന്നും ഇതിനെതിരെ സൈബർ സെല്ലിനെ സമീപിക്കുമെന്നും വിദ്യാർത്ഥി യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു. രാജ്യവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചെന്ന് ആരോപിച്ച് അറസ്റ്റിലായ കനയ്യകുമാർ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിഹാർ ജയിലിൽ കഴിയുകയാണ്. കൊച്ചി സ്മാർട്ട് സിറ്റി പലവക കച്ചവടത്തിനുള്ള കമ്പോള സ്ഥലമാക്കി സർക്കാർ മാറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. IT രംഗത്ത് വൈദഗ്ധ്യമുള്ള മലയാളി യുവജനങ്ങൾ സംസ്ഥാനത്തിനും രാജ്യത്തിനും പുറത്തുപോയി തൊഴിലെടുക്കാൻ നിർബന്ധിതരാകുമ്പോഴാണ് ഈ തട്ടിപ്പ്. സ്മാർട്ട് സിറ്റിയിൽ IT കമ്പനികൾക്കാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്നും പിണറായി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. തൊഴിലവസരവും സംസ്ഥാനത്തിന്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന ലക്ഷ്യം സർക്കാരിനില്ലെന്നാണ് കെട്ടിടം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. യുവസമൂഹത്തിന്റെ പ്രത്യാശകളും അവകാശങ്ങളും ചവിട്ടിമെതിച്ച് അതാണ് IT വികസനം എന്ന് കൊട്ടിഘോഷിക്കുന്ന സർക്കാരിന്റെ കപടമുഖമാണ് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ നടക്കുന്ന ആഘോഷത്തിൽ തെളിഞ്ഞു കാണുന്നതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി പദമിൽ തിരിനാളവുമായി മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യമിൽ ചെന്നിടുവാൻ നിശ തോറ്റിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായി
പദമിൽ തിരിനാളവുമാ. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം, തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം. കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം, കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം, മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം, നിശ തൂട്ടിടും ദീപവുമാ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. JNUവിലെ സംഭവ വികാസങ്ങളും അനുബന്ധമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവണതകളും മതേതര സങ്കല്പങ്ങൾക്ക് മുറിവേൽക്കുന്ന തരത്തിലുള്ളതാണെന്ന് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനും ജനാധിപത്യ മതേതര മൂല്യങ്ങളെ അപകടപ്പെടുത്താനും വേണ്ടി ചിലർ നടത്തുന്ന നീക്കങ്ങൾ ആശങ്കാജനകമാണ്. ഭരണകൂടങ്ങളും നിയമപാലകരും നീതിപീഠങ്ങൾ പോലും അരുതായ്മയ്ക്ക് മുമ്പിൽ നിഷ്ക്രിയരും നോക്കുകുത്തികളുമാവുന്നത് അപലപനീയമാണ്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നീതിയും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടങ്ങളുടെ ചുമതലയാണ്. ഇതിനു വിരുദ്ധമായ നിലപാടുകളുണ്ടാവുന്നത് രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാൻ കാരണമാകും. രാഷ്ട്രീയമായും ജനങ്ങൾക്ക് ദിശാബോധം നൽകപ്പെടേണ്ടതുണ്ട്. ജനാധിപത്യത്തെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയം പോലെ തന്നെ അപകടകരമാണ് അരാഷ്ട്രീയവാദവും. എല്ലാ തലങ്ങളും സ്പർശിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പൊതുബോധത്തെ തട്ടിയുണർത്തി ധാർമ്മികവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് സുന്നി സംഘടനകൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ മലപ്പുറം ജില്ലയുടെ പ്രഥമ ഭാരവാഹികളെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രഖ്യാപിച്ചു. സയ്യിദ് യൂസുഫുൽ ജീലാനി വലത്തൂർ പ്രസിഡന്റും മനരിക്കൽ അബ്ദുറഹ്മാൻ ഹാജി ജനറൽ സെക്രട്ടറിയും സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ് ഫിനാൻസ് സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മഴവിൽ ക്ലബ്ബ് സ്കൂളുകളിൽ നടത്തിയ മഴവിൽ കിസ് ജില്ലാ മത്സരത്തിന് വേങ്ങര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മഴവിൽ സമിതിയാണ് ജനുവരി 30-ന് സ്കൂളുകളിൽ മഴവിൽ കിസ് നടത്തിയത്. ജില്ലയിലെ തിരഞ്ഞെടുത്ത 30 സ്കൂളുകളിൽ നിന്നുള്ള 1ഉം 2ഉം സ്ഥാനം നേടിയ ഗ്രൂപ്പുകളാണ് മലപ്പുറം ജില്ലാതലത്തിൽ മത്സരിക്കുക. സ്കൂൾ തലത്തിലും ഡിവിഷൻ തലത്തിലും വിജയികൾക്ക് അവാർഡ് വിതരണം ചെയ്തിരുന്നു. ജില്ലാതല മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടുന്ന ഗ്രൂപ്പുകൾക്ക് ക്യാഷ് പ്രൈസും അവാർഡും പുസ്തകങ്ങളും നൽകും. മികവ് പുലർത്തുന്ന 10 ഗ്രൂപ്പിന് പ്രോത്സാഹന സമ്മാനവും നൽകും. മഴവിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ വ്യത്യസ്തമായ പദ്ധതികളാണ് നടന്നുവരുന്നത്. കുട്ടികളിലെ സർഗാത്മക വളർത്തുന്നതിനും പാഠ്യേതര വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നതിനുമാണ് മഴവിൽ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. മഴവിൽ കിസിന്റെ അവാർഡ് ദാന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK അസ്ലു, സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ PKM സഖാഫി, മുസ്ലിം ജമാഅത്ത് വേങ്ങര സോൺ ജനറൽ സെക്രട്ടറി അബ്ദു ഹാജി എന്നിവർ അവാർഡ് വിതരണം ചെയ്യും. SSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KV ഫക്രുദ്ദീൻ സഖാഫി, ജനറൽ സെക്രട്ടറി CKM ഫാറൂഖ്, ട്രഷറർ MP നൌഷാദ് സഖാഫി, ജില്ലാ മഴവിൽ കൺവീനർ MKM സഫ്വാൻ തുടങ്ങിയവർ സംബന്ധിക്കും. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് വാഴ്ച അവസാനിപ്പിക്കുക എന്ന ശീർഷകത്തിൽ SSF കാസർകോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർകോട് ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. JNU വിദ്യാർത്ഥികളുടെ സമരങ്ങളെ ദേശദ്രോഹ മുദ്ര ചാർത്തി അടിച്ചമർത്താനുള്ള കേന്ദ്ര ഭരണകൂടത്തിന്റെ നീക്കങ്ങൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്ന് SSF കാസർകോട് ജില്ലാ സെക്രട്ടറി സലാഹുദ്ദീൻ അയ്യൂബി ആവശ്യപ്പെട്ടു. SSF കാസർകോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാർ, ജമാലുദ്ദീൻ സഖാഫി ആദൂർ, ട്രഷറർ സിദ്ദീഖ് പൂത്തപ്പലം, വിസ്ഡം കൺവീനർ ഷക്കീർ MTP തുടങ്ങിയവർ സംബന്ധിച്ചു. കർമ്മരംഗങ്ങളിൽ പുതിയ നേതൃത്വത്തെ സജ്ജമാക്കുന്നതിനായി SYS ജില്ലാ എക്സിക്യൂട്ടീവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 23-ന് കാസർകോട് സുന്നി സെന്ററിൽ നടക്കുന്ന ക്യാമ്പിൽ സുസജ്ജമായ നേതൃത്വം, ക്യാബിനറ്റ് സിസ്റ്റം, പ്രായോഗിക തലത്തിൽ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. രാവിലെ 9:30-ന് രജിസ്ട്രേഷൻ തുടങ്ങും. 10 മണിക്ക് പഠന ക്ലാസ് ആരംഭിക്കും. ഉച്ചവരെ നടക്കുന്ന ആദ്യ സെഷനിൽ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾക്ക് പുറമെ മുഴുവൻ ജില്ലാ കൌൺസിൽ അംഗങ്ങളും സംബന്ധിക്കും. SYS സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ജില്ലാ പ്രസിഡന്റ് PS ആറ്റക്കോയത്തങ്ങൾ ബാഹസൻ അധ്യക്ഷത വഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഇബ്രാഹിം പൂക്കുഞ്ഞിത്തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തന്നെയും സർക്കാരിനെയും തകർക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ മതേതരത്വ സങ്കല്പങ്ങൾക്ക് മുറിവേൽക്കരുത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
ജമ്മു കാശ്മീരിൽ ഭീകരവാദികളും സുരക്ഷാ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 4 പേർ കൊല്ലപ്പെട്ടു. ജാട്ട് സമരം. ഡൽഹിയിൽ ജലവിതരണം മുടങ്ങി. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം കർശനമായി നേരിടാൻ സൈന്യത്തിന് പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കനയ്യ കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് ഹാക്ക് ചെയ്തതായി റിപ്പോർട്ട്. കൊച്ചി സ്മാർട്ട് സിറ്റി പലവക കച്ചവടത്തിനുള്ള സ്ഥലമാക്കി മാറ്റിയെന്ന് പിണറായി വിജയൻ. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ബീഫ് വിതരണവുമായി ബന്ധപ്പെട്ട് ബഹളം. ആരോപണം സർവകലാശാല അധികൃതർ നിഷേധിച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.